ഹലോ ഗൈസ്, ഇനി ഞങ്ങളൊരു കടലക്കറി റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. വലിയ കടല ഉണ്ടല്ലേ, അതിൻ്റെ കറി ഇങ്ങനെ വെക്കേണ്ടതെന്നൊന്ന് നോക്കാമല്ലോ. അതിനായിട്ട് ഞാൻ കുക്കറിലേക്ക് 2 സ്പൂൺ എണ്ണയും മുറിച്ച് വെച്ച ഉള്ളി കൂട്ടിയിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒരു ഉള്ളി കൂട്ടിയിട്ടുണ്ട് ഞാൻ. ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഞാൻ മുറിച്ച് വെച്ച തക്കാളി കൂട്ടിയിട്ടുണ്ട്. തക്കാളി കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഞാൻ. അതായിട്ടാകുമ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒന്ന് വറുക്കുന്നുണ്ട്. അതായിട്ടാകുമ്പോൾ ഞങ്ങൾ രാത്രി നനച്ച് വെച്ച വലിയ കടല ഉണ്ടല്ലോ, വെളുത്ത കടല, അത് ഇതിലേക്ക് കൂട്ടിയിട്ട് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഞാൻ കുക്കറിലിട്ട് ഒരു വിസിലടിച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. അത് ആവുന്നവരെ അതിനായിട്ട് ഞാൻ തേങ്ങ, ഉണക്കമുളകും, മഞ്ഞളും, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിച്ചപ്പ് ഇത് ഇത്ര എടുത്തിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. എല്ലാം ഒന്നിച്ചിട്ടിട്ട് 1 സ്പൂൺ എണ്ണ കൂട്ടിയിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്തിട്ടാകുമ്പോൾ ഞങ്ങൾ വേവിച്ച് വെച്ച കടല വേറെ പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. മാറ്റിയിട്ട് അതിലേക്ക് ഞങ്ങൾ അരച്ച് വെച്ച മസാല ഇതിലേക്ക് കൂട്ടുന്നുണ്ട്. ഇപ്പോൾ കൂട്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂട്ടണേ. ഞാൻ വേവിക്കുമ്പോൾ കൂട്ടിയായിരുന്നു, അത് നോക്കിയിട്ട് കൂട്ടണം. അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് മല്ലിയില കൂട്ടിയാൽ നിങ്ങളുടെ കടലക്കറി റെഡിയായി. ദോശ, ചപ്പാത്തിയുടെ കൂടെ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് കുറേ ദിവസമായി ജലദോഷമായിട്ട്, അതുകൊണ്ടാണ് വോയിസ് ഒന്നും പറയാത്തത് ഞാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് തരണം. എല്ലാവരും ഫുഡ് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.